ഹായ് ടെസ്റ്റിംഗ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു റൊട്ടിയാണ്. ഒരു നാൻ, ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എഗ്ഗ് ചേർക്കാതെ ആണ് ചെയ്യുന്നത്. പിന്നെ ഇത് മൈദ വെച്ചിട്ട് ഇതേ ക്വാണ്ടിറ്റി, ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് നമുക്ക് മൈദ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല പൊങ്ങി വരുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നോക്കാം എങ്ങനെയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ പാല് ചേർത്ത് കുഴച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇതിൽ ഇനി പാലോ, ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ്, ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ കുറച്ച് പാല് ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ, രണ്ട് മണിക്കൂർ കവർ ചെയ്ത് വയ്ക്കാം. 2 മണിക്കൂറായി, തുറന്നു നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എഗ്ലെസ് നാൻ. അപ്പോൾ എഗ്ഗ് ചേർക്കാതെ, മുട്ട ചേർക്കാതെ എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇനി പാൻ നല്ല ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് നന്നായിട്ട് ആയതിനു ശേഷം മറിച്ചിട്ടാൽ മതി. ഇതിൽ കുറേശ്ശെ ബബിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറിച്ചിടാം. ഇപ്പോഴും ഞാൻ തീ കൂട്ടിയിട്ടില്ല, തീ കുറച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി മറിച്ചിടാം. ഇനി ഞാൻ തീ കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നല്ല ഈസ്റ്റ് ആയിരിക്കണം, എങ്കിലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ.
അത്ര സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ കണ്ടല്ലോ അല്ലേ, ഈസി അല്ലേ, ട്രൈ ചെയ്യും. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മൈക്രോവേവ് കുക്കറി ക്ലാസ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട്.